Hello friends, welcome back. You can see today's topic, Indian Financial System. That is the title of the paper for open course. That come under 5th semester, that is Calicut University. Open course. That is really very interesting topic. I have already mentioned that there are 3 courses that are offered by the Department of Economics. That is Indian Financial System, Economics in Everyday Life, and also Kerala Economy. But now I would like to discuss the detailed syllabi of Indian Financial System and also tips and strategies for preparation of this topic. That is also very important. How can we score maximum mark in this subject? I would like to say this subject is really very interesting and also very simple. From the syllabus you can see there are 5 modules that associated with Indian financial system. Okay. അതുപോലെ തന്നെ PSM കോളേജിലെ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫർ ചെയ്യുന്നതും ഇന്ത്യൻ ഫൈനാൻഷ്യൽ സിസ്റ്റം ആണ്. എക്കണോമിക്സ് ഓഫർ ചെയ്യുന്ന 3 സബ്ജക്ട്സും കിടിലൻ സബ്ജക്ട്സ് ആണ്. ബട്ട് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് PSM കോളേജ് കൺസിഡർ ചെയ്തത് that is Indian financial system, that is very important topic for competitive examinations and like that. Okay. ഒത്തിരി മത്സര പരീക്ഷകൾക്ക് ഫോർ എക്സാമ്പിൾ UPSC നടത്തുന്ന സിവിൽ സർവീസ് എക്സാമിനേഷൻ, സിമിലർലി KAS കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് PSC നടത്തുന്ന ഒത്തിരി ടെസ്റ്റുകൾ, ബാങ്കിങ് ടെസ്റ്റുകൾക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണെന്ത് ഇന്ത്യൻ ഫൈനാൻഷ്യൽ സിസ്റ്റം. റൈറ്റ്. കേരള എക്കോണമിയിലെ അറൗണ്ട് 4 മൊഡ്യൂൾസ് ഉണ്ട്. അതുപോലെ തന്നെ എക്കണോമിക്സ് ഇൻ എവരിഡേ ലൈഫ് ദാറ്റ് വി ക്യാൻ സി 3 മൊഡ്യൂൾസ്. ബട്ട് അണ്ടർ ഇന്ത്യൻ ഫൈനാൻഷ്യൽ സിസ്റ്റം we needed to finish 5 modules. Okay. But എല്ലാ മൊഡ്യൂൾസിൻ്റെ കണ്ടന്റ് നോക്കുമ്പോൾ 3 സബ്ജക്ട്സിന് ഏറെക്കുറെ സിമിലർ ടോപ്പിക്സ് ആണ്. ഇവിടെ മൊഡ്യൂൾസ് കുറച്ച് കൂടുതലുണ്ട് ബട്ട് കണ്ടന്റ് വളരെ കുറവാണ്. ഓക്കെ. ഡോണ്ട് വറി അബൌട്ട് ദി നമ്പർ ഓഫ് ചാപ്റ്റേഴ്സ്. മൊഡ്യൂൾസിൻ്റെ എണ്ണം കണ്ടിട്ട് പേടിക്കണ്ട. എക്കണോമിക്സ് ഓഫർ ചെയ്യുന്ന 3 സബ്ജക്ട്സിൻ്റെയും സിലബസ് മീൻസ് കണ്ടന്റ് ഏറെക്കുറെ സെയിം ആണ്. ആസ് യു നോ ഇന്ത്യൻ ഫൈനാൻഷ്യൽ സിസ്റ്റം അതിൻ്റെ സിലബസ് നോക്കുമ്പോൾ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ഏരിയാസ് ഉണ്ട്. ഓക്കെ. 5 പ്രധാനപ്പെട്ട മൊഡ്യൂൾസ് എന്ന് പറയുന്നത് സി ഫസ്റ്റ് മൊഡ്യൂൾ ബേസിക്സ് ഓഫ് ഇന്ത്യൻ ഫൈനാൻഷ്യൽ സിസ്റ്റം. ദാറ്റ് ഈസ് റിയലി വെരി ഇൻട്രസ്റ്റിംഗ്. ബേസിക്സ് ഓഫ് ഇന്ത്യൻ ഫൈനാൻഷ്യൽ സിസ്റ്റം. I would like to say Indian financial system or financial system that involved 4 components. Okay. 4 പ്രധാനപ്പെട്ട കമ്പോണൻസ് ആണ് ഫൈനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. See, our title is Indian Financial System, but here we need to first understand what is financial system. I don't want to explain more, but you just understand financial system that involved 4 components. What are they? Financial institutions, financial market, financial instruments, and financial services. ഈ 4 കോമ്പണൻസ് വളരെ ക്ലിയർ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ ഈ 5 മൊഡ്യൂൾസ് നിങ്ങൾ ഡീൽ ചെയ്തു. ബിലീവ് മീ. ഓക്കെ. ഈ 4 കോമ്പണൻസിനെ സറൗണ്ട് ചെയ്തിട്ടാണ് നമ്മുടെ ഈ 5 മൊഡ്യൂൾസ് മുന്നോട്ട് പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള മൊഡ്യൂൾസ് ആണ്. സി ദാറ്റ് ഈസ് ദ ഫസ്റ്റ് മൊഡ്യൂൾ, ബേസിക്സ് ഓഫ് ഇന്ത്യൻ ഫൈനാൻഷ്യൽ സിസ്റ്റം. ഈ 4 കോമ്പണൻസിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നു. Then second module, another very interesting topic, financial institutions, that is banking institutions. That is, second module, banking institutions, commercial banks, etc. Isn't it? Third module, that is related to regulatory institutions. There are 2 important regulatory institutions that we can see in the third module. First one, RBI, Reserve Bank of India. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കോമ്പറ്റേറ്റീവ് എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുമ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണാം. സി ബാങ്ക് റൈറ്റ്, ക്യാഷ് റിസർവ് റേഷ്യോ, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, റിപ്പോ റൈറ്റ്, റിവേഴ്സ് റിപ്പോ റൈറ്റ്, MSF മുസ്ലിം സ്റ്റുഡൻറ്റ് ഫെഡറേഷൻ ആണോ, MSF ഹിയർ മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി. ഓക്കെ. മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി ദാറ്റ് ഈസ് MSF ആൻഡ് ഓൾസോ OMOS ദാറ്റ് ഈസ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്. ഇത്ര ടോപ്പിക്സ് വരുന്നതാണെന്ത് തേർഡ് മൊഡ്യൂളിൽ വരുന്നത്. ഞാനതിനെ 2 പാർട്ടായിട്ടാണ് ഡീൽ ചെയ്യുക. പാർട്ട് എയിൽ വരുന്നത് RBI. ഓക്കെ. ദാറ്റ് ഈസ് അപെക്സ് ബാങ്ക് ഓഫ് ഇന്ത്യൻ ഫൈനാൻഷ്യൽ സിസ്റ്റം ഓർ ഇന്ത്യൻ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. Then RBI is the leader of the money market. And what are the major functions of Central Bank of India? That is RBI.
monetary policy measures, quantitative credit control techniques, qualitative credit control techniques, etc. etc. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏരിയ ആണ്. ദെൻ തേർഡ് മൊഡ്യൂളിൻ്റെ പാർട്ട് ബിയിൽ വരുന്നതാണത് റെഗുലേറ്റർ ഓഫ് ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റ്, ദാറ്റ് ഈസ് സെബി. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സെബി, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ഈ രണ്ട് റെഗുലേറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച് പഠിക്കുന്ന മൊഡ്യൂളാണെന്ത് മൊഡ്യൂൾ 3. ഇസ്ന്റ് ഇറ്റ്? വളരെ സിമ്പിളായിട്ട് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും. മൊഡ്യൂൾ 4 ഡീൽ ചെയ്യുന്നത് that is non-banking financial institutions. This module also very simple. The areas like IFCI, then similarly SFCs, state financial corporations, IDBI, Industrial Development Bank of India, which is the apex bank in the industrial finance. Similarly Exim Bank, Export Import Bank, and also mutual funds. Okay, very interesting area ആണ് mutual funds and payment banks. ഇത്രയും ടോപ്പിക്സ് ആണ് ഇതിൽ വരുന്നത്, 4th മൊഡ്യൂൾ വരുന്നത്. ആൻഡ് ലാസ്റ്റ് മൊഡ്യൂൾ, ദാറ്റ് ഈസ് അനദർ വെരി ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്, ഫൈനാൻഷ്യൽ മാർക്കറ്റ്. ഈ 5 മൊഡ്യൂൾസിൽ കുറച്ച് ഒരു ടോപ്പിക്സ് കവർ ചെയ്യേണ്ട ഏരിയ ആണത് 5th മൊഡ്യൂൾ, ഫൈനാൻഷ്യൽ മാർക്കറ്റ്. ഐ ഹാവ് ഓൾറെഡി മെൻഷൻ ദാറ്റ് ഫൈനാൻഷ്യൽ മാർക്കറ്റ് ഈസ് വൺ ഓഫ് ദ കമ്പോണൻസ് ഓർ സെഗ്മെന്റ്സ് ഓർ parts of Indian financial system or financial system at a global level, no doubt. Financial market എന്ന് പറഞ്ഞാൽ ഫൈനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഏരിയ ആണ്. ഫൈനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ 4 കോമ്പണൻസ് ഏതൊക്കെയായിരുന്നു? ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ദാറ്റ് ഈസ് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കമേഴ്ഷ്യൽ ബാങ്ക്സ്, agricultural banks, industrial banks, foreign banks, public sector banks, etc. Isn't it? Then second component is that financial market, that is topic that come under 5th module. Financial market, that we can see money market and capital market. That is the broad classification of financial market. Money market is the market for short term lending and borrowing. Capital market is the market for long term lending and borrowing. Okay, terms കേട്ടിട്ട് പേടിക്കൊന്നും വേണ്ട കേട്ടോ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. എക്കണോമിക്സിൻ്റെ ഏരിയയിൽ നമ്മൾ ഓപ്പൺ കോഴ്സ് എടുത്ത് വരുമ്പോൾ ഫിസിക്സ് പഠിക്കുന്ന കുട്ടികളുണ്ടാവും, കെമിസ്ട്രി പഠിക്കുന്ന കുട്ടികളുണ്ടാവും, കൊമേഴ്സ്, ഹിസ്റ്ററിയിലൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടാവും. എക്കണോമിക്സ് നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് ഫസ്റ്റ് ടിപ്പ് ഈസ് ദാറ്റ് യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദ ബേസിക് കൺസെപ്റ്റ്സ് വെരി തറവ്ലി. ഓക്കെ, വളരെ തറവായിട്ട് എന്ത് ചെയ്യുക, എക്കണോമിക്സിൻ്റെ ബേസിക്സ് നല്ല രീതിയിൽ മനസ്സിലാക്കുക. ഇവിടെ നമുക്ക് ബേസിക്സ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ഇന്ത്യൻ ഫൈനാൻഷ്യൽ സിസ്റ്റം. ഓക്കെ, ഇപ്പോൾ മണി മാർക്കറ്റ് പറയുമ്പോൾ മണി മാർക്കറ്റിൽ വരുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്, ട്രഷറി ബില്ല്, കമേഴ്ഷ്യൽ പേപ്പർ, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ആൻഡ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്, എക്സെട്ര. Similarly, related to capital market, we can see shares, debentures, bond, government securities or gilt-edged securities, etc. Here we need to understand first, conceptual clarity is very important. Another thing is that many topics are closely related. Okay, ആ ടോപ്പിക്സ് നിങ്ങൾക്ക് ജോഡിയായിട്ട് പഠിക്കാം, പെയറായിട്ട് പഠിക്കാം. ഓക്കെ, സി ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 5th മൊഡ്യൂളിൽ വി ക്യാൻ സി ദ ടോപ്പിക്സ് ലൈക്ക് പ്രൈമറി മാർക്കറ്റ് ആൻഡ് സെക്കൻഡറി മാർക്കറ്റ്. ഓക്കെ, ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ 2 പ്രധാനപ്പെട്ട സെഗ്മെന്റ്സ് ആണെന്ത്, പ്രൈമറി മാർക്കറ്റ് ആൻഡ് സെക്കൻഡറി മാർക്കറ്റ്. You can see the term like IPO and FPO, initial public offering and follow-on public offering, that come under primary market. Similarly, you can clearly understand the concepts like money market and capital market. ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ജോഡിയായിട്ട് പഠിക്കുക. സിമിലർലി RBI ആൻഡ് സെബി. ഇങ്ങനെ പഠിക്കുകയാണെങ്കിൽ കുറഞ്ഞ എഫേർട്ട് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും, എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. റൈറ്റ്, അപ്പോൾ ഇത്ര വരുന്ന വളരെ മനോഹരമായിട്ടുള്ള 5 മൊഡ്യൂൾസ് ആണ് ഇതിൽ വരുന്നത്. ഇന്ത്യൻ ഫൈനാൻഷ്യൽ സിസ്റ്റം 5th മൊഡ്യൂളിൻ്റെ പ്രത്യേകത 3 പാർട്ടായിട്ടാണ് സിലബസ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തെ പാർട്ടിലാണ് മണി മാർക്കറ്റ്, അതിൻ്റെ ഇമ്പോർട്ടൻസ്, ഫീച്ചേഴ്സ്, ഫങ്ഷൻസ്. റൈറ്റ്, സെക്കൻഡ് പാർട്ടിൽ വരുന്നതാണ് ക്യാപിറ്റൽ മാർക്കറ്റ്. അവിടെ നമ്മൾ ഡീൽ ചെയ്യേണ്ട ഒത്തിരി ഏരിയാസ് ഉണ്ട്, ഷെയർസ്, ഡിബഞ്ചേഴ്സ്. വളരെ ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട ആവശ്യമില്ല, ബട്ട് അതിൻ്റെ ഒരു സ്ട്രക്ചർ, ഫങ്ഷൻസ്, ഫീച്ചേഴ്സ് ഒക്കെ മനസ്സിലാക്കുക. പ്രൈമറി മാർക്കറ്റ്, സെക്കൻഡറി മാർക്കറ്റ്, സിമിലർലി ഡെറ്റ് മാർക്കറ്റ് ആൻഡ് ഇക്വിറ്റി മാർക്കറ്റ്. ഈ 5 മൊഡ്യൂളും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് സിമ്പിളായിട്ട് ഡീൽ ചെയ്തിട്ടുള്ള ഒരു സ്റ്റഡി മെറ്റീരിയൽ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്.
വളരെ സന്തോഷപൂർവ്വം നിങ്ങൾക്ക് വേണ്ടി അത് പ്രസൻറ്റ് ചെയ്യുകയാണ്. എല്ലാ മാർക്കറ്റിലും അവൈലബിൾ ആണ്. ഇന്ത്യൻ ഫൈനാൻഷ്യൽ സിസ്റ്റം ഓപ്പൺ കോഴ്സ്. ഓക്കെ, ഈ 5 മൊഡ്യൂൾസും A to Z അനലൈസ് ചെയ്ത് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ. ഓക്കെ, essay ടോപ്പിക് എങ്ങനെ ആയിരിക്കണം, 5 മാർക്കിൻ്റെ ടോപ്പിക് എങ്ങനെ ആയിരിക്കണം. കാരണം നമുക്ക് ഓപ്പൺ കോഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ ടോട്ടൽ മാർക്ക് നമുക്ക് റിട്ടൺ എക്സാമിന് 60 ആണ്. 2 മണിക്കൂറാണ് നമുക്ക് എക്സാം ഉള്ളത്. നമുക്ക് എക്സാമിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓപ്പൺ കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്കറിയേണ്ട ഒരു കാര്യം, ഇൻറ്റേർണൽ മാർക്ക് 15 ആണ്. ഓക്കെ, അപ്പോൾ 60 എക്സ്റ്റേണൽ, ടോട്ടൽ മാർക്ക് 75 ആണ്. നിങ്ങൾക്ക് എക്സാമിന് കിട്ടുന്ന സമയം 2.5 മണിക്കൂറല്ല, എത്ര മണിക്കൂറാണ്? 2 hours ആണ്. ഓക്കെ, അതൊക്കെ മനസ്സിലുണ്ടാവുക. അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങൾക്ക് ഇന്ത്യൻ ഫൈനാൻഷ്യൽ സിസ്റ്റം, ഞാൻ പുസ്തകം റെഡിയാക്കിയിട്ടുണ്ട്. നല്ല അടിപൊളി സ്റ്റഡി മെറ്റീരിയലാണ്. എല്ലാ കൺസെപ്റ്റും വളരെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ പുസ്തകം കളക്ട് ചെയ്യാം. പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുള്ളത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെൻട്രൽ കോപ്പറേറ്റീവ് സ്റ്റോറാണ്. ഓക്കെ, വളരെ ഇഫക്റ്റീവായിട്ട് കൺസെപ്റ്റ് വളരെ ക്ലാരിറ്റിയോടുകൂടി സിമ്പിൾ പ്രസൻറ്റേഷനിൽ നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പുസ്തകം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ദിസ് ഈസ് അബൌട്ട് ഇന്ത്യൻ ഫൈനാൻഷ്യൽ സിസ്റ്റം. അതുപോലെ 5th മൊഡ്യൂൾ ശ്രദ്ധിക്കുക. മണി മാർക്കറ്റ് പാർട്ട് എ, ക്യാപിറ്റൽ മാർക്കറ്റ് പാർട്ട് ബി, അതിന് ഫോക്കസ് ചെയ്യുക. പ്രൈമറി മാർക്കറ്റ്, സെക്കൻഡറി മാർക്കറ്റ്. 3rd പാർട്ട് സിലബസിൽ കൊടുത്തിട്ടുള്ളത് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് എന്നാണ്. അത് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കേണ്ട കാര്യമില്ല. കാരണം എന്താ, സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് മീൻസ് സെക്കൻഡറി മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഒരു പാർട്ടാണ്. അവിടെ നമ്മൾ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, സിമിലർലി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഈ ടോപ്പിക്സ് ഒക്കെ ഡിസ്കസ് ചെയ്യണം. അതുപോലെ തന്നെ സെൻസെക്സ്, നിഫ്റ്റി ആൻഡ് റിലേറ്റഡ് ടോപ്പിക്സ് ലൈക്ക് ബുൾ ആൻഡ് ബിയർ. ഓക്കെ, ഇത്രയും ഏരിയാസ് ഡീൽ ചെയ്യേണ്ട ടോപ്പിക്കാണെന്ത് 5th മൊഡ്യൂൾ. റൈറ്റ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് റെഫറൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഏത് ലൈബ്രറിയിൽ കയറിയാലും ഫൈനാൻഷ്യൽ സിസ്റ്റം ബന്ധപ്പെട്ട പുസ്തകം നിങ്ങൾക്ക് റെഫർ ചെയ്യാം. ഒരുപാട് പുസ്തകങ്ങൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എക്സാമിനേഷന് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ഡീൽ ചെയ്തിട്ടുള്ള പുസ്തകം നിങ്ങൾക്ക് കളക്ട് ചെയ്യാം. റൈറ്റ്. ഡിയർ ഫ്രണ്ട്സ്, നിങ്ങളെ എക്സാമിന് സഹായിക്കാൻ വേണ്ടി, നിങ്ങൾക്ക് ഒത്തിരി മെറ്റീരിയൽ അവൈലബിൾ ആക്കാൻ വേണ്ടി എൻ്റെ യൂട്യൂബ് ചാനലിൽ തന്നെ ഞാനൊരു സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റിൻ്റെ ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത് ഇന്ത്യൻ ഫൈനാൻഷ്യൽ സിസ്റ്റം. ഓക്കെ, ആ ഫയൽ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം. നമ്മുടെ ടോപ്പിക്സ് ബന്ധപ്പെട്ട എല്ലാ വീഡിയോസ് ഞാൻ അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ വീഡിയോസ് നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഒത്തിരി, കാരണം എക്കണോമിക്സ് ബന്ധപ്പെട്ട ക്ലാസ്സിൽ ബാങ്കിങ്ങിൻ്റെ, അതുപോലെ ഇൻട്രൊഡക്ടറി എക്കണോമിക്സ്, എക്കണോമിക്സ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്, ഇങ്ങനെ ബന്ധപ്പെട്ട ടൈറ്റിലായിരിക്കും അതിൻ്റെ എൻട്രി ഒക്കെ ഉണ്ടാവുക. ഓക്കെ, ഇൻട്രൊഡക്ഷൻ പാർട്ടൊക്കെ ചിലപ്പോൾ ബാങ്കിങ്, ദിസ് വീഡിയോ ഫോർ ഇൻട്രൊഡക്ടറി എക്കണോമിക്സ് ഓർ ദിസ് വീഡിയോ ഫോർ എക്കണോമിക്സ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്. ബട്ട് അതേ ടോപ്പിക് തന്നെയാണ് നിങ്ങൾ സിലബസ് നോക്കുക. ഓക്കെ, നമ്മൾ സിലബസ് ഡിസ്കസ് ചെയ്തു, 5 മൊഡ്യൂൾസ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഓക്കെ, ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ ആണ് നൽകിയിട്ടുള്ളത്. ഇനി 1 by 1 ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയും സിലബസ് കാര്യങ്ങൾ മനസ്സിലാക്കുക, റെഫറൻസ് മനസ്സിലാക്കുക, നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തി. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ്, എൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു പ്ലേലിസ്റ്റും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മാക്സിമം നിങ്ങൾക്ക് എത്രത്തോളം പ്രൊഡക്റ്റീവായിട്ടുള്ള, യൂസ്ഫുൾ ആയിട്ടുള്ള, സിമ്പിൾ ആയിട്ടുള്ള മെറ്റീരിയൽ അവൈലബിൾ ആക്കാൻ കഴിയുന്നിടത്തോളം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ A to Z യൂട്ടിലൈസ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാം, naushadchengodan.in. ഓക്കെ, അപ്പോൾ വളരെ കോൺഫിഡൻസോട് കൂടിയിട്ട് നിങ്ങൾ ഈ ടോപ്പിക്സുമായിട്ട് മുന്നോട്ട് പോകുക. നിങ്ങൾ യൂണിവേഴ്സിറ്റി എക്സാംസിന് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്യരുത്. കൺസെപ്റ്റൊക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കുക. ഒത്തിരി കോമ്പറ്റേറ്റീവ് എക്സാംസിന് നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സഹായിക്കുന്ന സബ്ജക്റ്റാണ് ഇന്ത്യൻ ഫൈനാൻഷ്യൽ സിസ്റ്റം. അതുപോലെ തന്നെ മെറ്റീരിയൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ റിപ്പോ റേറ്റിനെ കുറിച്ചിട്ട് പഠിക്കുമ്പം അതിൻ്റെ കൺസെപ്റ്റും കാര്യങ്ങളും, അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഡാറ്റയൊക്കെ നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിൽ ഉണ്ടാവും. ബട്ട് ഓരോ 2 മാസം കൂടുമ്പോഴും RBIയിൽ എന്താണ്, മോണിറ്ററി പോളിസി കമ്മിറ്റി ഡിസ്കസ് ചെയ്യും. അവർ റിപ്പോ റേറ്റ് മാറ്റാതിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഇൻഫോർമേഷനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, പത്രത്തിൽ നിന്നൊക്കെ കളക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീണ്ടും ഞാൻ പറയുന്ന ഈ 5 മൊഡ്യൂൾസ്. ഓക്കെ, ഏതൊക്കെയാണ് മൊഡ്യൂൾസ് വരുന്നത്? ഫസ്റ്റ് മൊഡ്യൂൾ ബേസിക്സ് ഓഫ് ഇന്ത്യൻ ഫൈനാൻഷ്യൽ സിസ്റ്റം. And second module, banking institutions or financial institutions. Okay, we need to discuss commercial banks, meaning and definition, role, functions, structure of financial institutions or commercial banks, etc. Okay, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്നതാണ് സെക്കൻഡ് മൊഡ്യൂൾ. തേർഡ് മൊഡ്യൂൾ വരുന്നതാണ് റെഗുലേറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നമ്മുടെ ഫൈനാൻഷ്യൽ സിസ്റ്റത്തിന്റെ ലീഡർ ആരാണ്? മണി മാർക്കറ്റ്, കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, non-banking financial institutions കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ we can see the leader is the RBI, Reserve Bank of India.
അപ്പോൾ അതിൻ്റെ ഹിസ്റ്ററി, അവരുടെ ഫങ്ഷൻസ്, മോണിറ്ററി പോളിസി. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് മോണിറ്ററി പോളിസി? ദാറ്റ് ഈസ് ദ പോളിസി ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, isn't it? അമേരിക്കയിലെ സെൻട്രൽ ബാങ്ക് എന്താണ്? ഫെഡറൽ റിസർവ് സിസ്റ്റം. ചൈനയിലെ ഏതാണ്? പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈന. തേർഡ് മൊഡ്യൂളിലെ സെക്കൻഡ് പാർട്ടിൽ വരുന്നതാണ് എന്ത്? ദാറ്റ് ഈസ് സെബി, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, വിച്ച് ഈസ് ദ റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റ്. That is also very interesting topic. Powers and functions of SEBI. These are the major areas that come under module 3. And module 4, non-banking financial institutions. And last module, that is financial market. There are 3 topics that come under 5th module. That is money market, and part B, capital market, and third part stock exchanges. Economics പഠിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വിഷയത്തെ ഇഷ്ടപ്പെടുക, വിഷയത്തെ നല്ല രീതിയിൽ മനസ്സിലാക്കുക. വളരെ ഈസി ആയിട്ടുള്ള ടോപ്പിക്കാണ്. എക്കണോമിക്സ് അത്യാവശ്യം ടഫാണെന്നൊക്കെ ഒത്തിരി ആളുകളൊക്കെ പറയും. അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ വിഷയത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ബ്യൂട്ടി മനസ്സിലാക്കും. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ സബ്ജക്ട്സ്. ഓക്കെ, സോഷ്യൽ സയൻസിലെ മനോഹരമായിട്ടുള്ള വിഷയമാണത് എക്കണോമിക്സ്. ആ എക്കണോമിക്സിലെ ഏറ്റവും കറണ്ട് റെലവൻ്റ് ആയിട്ടുള്ള, ഒത്തിരി ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒത്തിരി കൺസെപ്റ്റ്സ് മനസ്സിലാക്കേണ്ട. കാരണം ബാങ്കിങ് ആവട്ടെ, RBI ആവട്ടെ, സെബി ആവട്ടെ, ഇതിനൊക്കെ കുറിച്ചിട്ട് നല്ല രീതിയിൽ മനസ്സിലാക്കേണ്ട മനോഹരമായിട്ടുള്ള വിഷയമാണെന്ത് ഫൈനാൻഷ്യൽ സിസ്റ്റം. അതുപോലെ തന്നെ മനോഹരമാണെന്ന് ഈ ഫൈനാൻഷ്യൽ സിസ്റ്റം വി ആർ പ്രിപ്പയറിംഗ് വിത്ത് എ സ്പെഷ്യൽ റെഫറൻസ് ടു ഇന്ത്യൻ ഫൈനാൻഷ്യൽ സിസ്റ്റം. ദാറ്റ് ഈസ് ദ ബ്യൂട്ടി ഓഫ് ദിസ് സബ്ജക്ട്. ഓക്കെ, അപ്പോൾ ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു, യൂട്യൂബ് ചാനലിൽ സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. യു ക്യാൻ വിസിറ്റ് മൈ യൂട്യൂബ് ചാനൽ നൗഷാദ് ചെങ്കോടൻ. സിമിലർലി യു ക്യാൻ വിസിറ്റ് മൈ വെബ്സൈറ്റ്, ദാറ്റ് ഈസ് nowshadchengodin.in. ഒരു കാരണവശാലും മറക്കരുത്, ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഇതിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ, ഇതിൻ്റെ പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുള്ളത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെൻട്രൽ കോപ്പറേറ്റീവ് സ്റ്റോർ. പുസ്തകത്തിൻ്റെ ടൈറ്റിൽ ഇന്ത്യൻ ഫൈനാൻഷ്യൽ സിസ്റ്റം ഓപ്പൺ കോഴ്സ് ഫോർ നോൺ എക്കണോമിക് സ്റ്റുഡൻസ്. ഓക്കെ, അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. പരീക്ഷയ്ക്ക് നല്ല മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യണം, ഒത്തിരി കൺസെപ്റ്റ്സ് മനസ്സിലാക്കണം, നല്ല ആസ്വദിച്ചുകൊണ്ട് നിങ്ങൾ ഈ വിഷയവുമായിട്ട് മുന്നോട്ട് പോകുക. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.